നമ്മളിവിടെ നോക്കിയിരിക്കുമ്പോൾ അവൻ ഇവിടെ കൂടെ പൊട്ടിച്ച് കാര്യം നടത്തിക്കൊണ്ട് പോകും. ഇതൊക്കെ ഡീപോപ്പുലേഷനുമായി ബന്ധപ്പെട്ടോ? ഇത് ഡീപോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റു പല വാർത്തകളും വരുന്നുണ്ട്. കേരളത്തിൻ്റെ അടിയിൽ ധാതുക്കൾ, അതുപോലെ തന്നെ മറ്റു പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു. ഇതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, തിക്കിലി പോപ്പുലേറ്റ് ആയിട്ടുള്ള കേരള ജനതയെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ പറഞ്ഞാലൊന്നും മാറില്ല. അപ്പോൾ അതിനുള്ള മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുന്നതുമാകാം. അതിവേദനയോടെ പറയട്ടെ, മാധ്യമങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ അകലെ പോയിരിക്കുന്നു. അലോപ്പതിയിൽ വൈറൽ ഡിസീസിന് ചികിത്സയില്ലാത്തവരെ ചികിത്സ ഏൽപ്പിക്കുകയാണ്. ചികിത്സയുള്ളവരെ കൈയും കാലും കൂച്ചിക്കെട്ടി മൂലയിൽ കൊണ്ടേയിരുത്തുന്നു. ഇത് എന്ത് ന്യായമാണ്? നമസ്കാരം. മലനാട് TV ഡിബേറ്റ് അവറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മാനവരാശിയുടെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ സജീവമായ ഗൗരവമായ ഒരു ചർച്ച സമൂഹ ആരോഗ്യ മേഖലയിൽ വേണ്ടി വരുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് അടിക്കടി ഉണ്ടായിട്ടുള്ള വൈറൽ പനികൾ, അതുപോലെ നിപ്പ പോലെയുള്ള വിഷയങ്ങൾ, പിന്നീട് വന്നിട്ടുള്ള COVID-19 ദുരന്തം എന്നൊക്കെ തന്നെ പറയാം. ഈ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഗവൺമെൻറ്റും ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ, അല്ലെങ്കിൽ ലോകത്തിനെ നിയന്ത്രിക്കുന്നവർ നടത്തിയിട്ടുള്ള വാക്സിനേഷൻ നിർബന്ധിതമായിരുന്നു. ട്രാവൽ ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ അനുമതി നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഇന്ന് അവർ തന്നെ പറയുന്നു, അതായത് കമ്പനികൾ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, വാക്സിനേഷനിൽ ചില അപാകതകൾ കടന്നു വന്നിട്ടുണ്ട്. കേരളത്തിലടക്കം അല്ലെങ്കിൽ ലോകത്തെമ്പാടും യുവാക്കൾ വഴിയിൽ വീണ് മരിക്കുന്നു. ചിലർക്ക് ബോധക്ഷയമുണ്ടെന്നും മറ്റ് പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഈ പറയുന്ന വാക്സിനേഷനെ തുടർന്നുണ്ടാകുന്ന സാഹചര്യത്തിലാണ് സമൂഹ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുന്നതും ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ഷാജി വർഗീസ് കുടിയാറ്റാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഫൗണ്ടറായിട്ടുള്ള യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. അതുപോലെ അദ്ദേഹം സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡൈനാമിക് സയൻസ്. എന്താണ് ഈ ഡൈനാമിക് സയൻസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്തായാലും ഇന്ന് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഡോക്ടറിലൂടെ മലനാട് TV പുറത്തുവിടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ചില മാഫിയകളുടെ കടന്നുകയറ്റം, ഇടപെടൽ, വ്യാവസായിക തരത്തിലുള്ള ചൂഷണം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ശരിക്കും COVID-19 വാക്സിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ഈ പറയുന്ന വാക്സിനേഷൻ്റെ കാലഘട്ടത്തിൽ mRNA വാക്സിനേഷൻ, എല്ലാ വാക്സിനിലും അടങ്ങിയിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർ, നടന്നു നീങ്ങുന്നവർ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന നമ്മൾ കേട്ടുകഴിവ് പോലും ഒരു പ്രായം കഴിഞ്ഞിട്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഇന്ന് യുവജനങ്ങളെ വരെ കാർന്നു തിന്നുന്ന വലിയ മാരക വിപത്തായി മാറാൻ കാരണം ഈ പറയുന്ന mRNA വാക്സിനേഷനുകളുടെ ഇടപെടലാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്, അങ്ങും വിശ്വസിക്കുന്നത്. എന്താണ് COVID-19 ഈ വാക്സിനേഷനിലൂടെ ലോകത്തിന് സംഭവിച്ച അപകടം? ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. mRNA ടെക്നോളജി ലോക ചരിത്രത്തിൽ ഇതുവരെ വാക്സിനായിട്ട് ഉപയോഗിക്കാത്ത പുതിയൊരു ടെക്നോളജിയാണ്. ഇതുവരെ വാക്സിനായിട്ട് പ്രൂവ് ചെയ്യാത്തതും കൂടിയാണ്. അങ്ങനെ ഒരു വാക്സിനെ ഞാനതിനെ പാൻഡമിക് എന്ന് വിളിക്കും, ഒരു വൈറസ് രോഗം മനുഷ്യരാശിയുടെ മേൽ അടിച്ചേൽപ്പിച്ച്, അതും അവിടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ പാൻഡമിക് എന്നും തീരുമാനിക്കപ്പെട്ടിരുന്നത് മരണനിരക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. COVID-19 ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാൻഡമിക്കായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ പാൻഡമിക്. അവിടെയുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് RT-PCR ടെസ്റ്റാണ്. RT-PCR ടെസ്റ്റിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നത് ഒരു വൈറസിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത ഒരു വൈറസിൻ്റെ ഒരു RNA കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ പോലും RT-PCR ടെസ്റ്റ് പോസിറ്റീവ് ആകും. അവിടെ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് നടന്നത്, ഈ RT-PCR കണ്ടുപിടിച്ച ആൾ തന്നെ പറഞ്ഞിരിക്കുന്നു 25-26 ടൈംസ് അത് ആംപ്ലിഫൈ ചെയ്യാമുള്ളൂ എന്ന്.
അത് 45 ടൈംസ് വരെ ആംപ്ലിഫൈ ചെയ്താണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വൈറസിനെ കണ്ടെത്തി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത ഒരു വൈറസിൻ്റെ RNA കമ്പോണൻറ്റിനെ കണ്ടെത്തി എന്നുള്ളത് കൊണ്ടോ ആ ആൾ ഒരിക്കലും രോഗിയായിട്ട് മാറത്തില്ല. ഈ വൈറസ് എല്ലാം ഈ അറ്റ്മോസ്ഫിയറിൽ വ്യാപകമായിട്ടുള്ളതാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മുടെ മൂക്കിൻ്റെ നാസ്വാധാരത്തിൻ്റെ സൈഡുകളിൽ ഈ വൈറസോ വൈറസിൻ്റെ ഡീകമ്പോസ് ചെയ്ത വൈറസിൻ്റെ RNA കമ്പോണൻറ്റോ പറ്റിപ്പിടിച്ചിരുന്നു. അത് തോണ്ടിയെടുത്ത് ആ ടെസ്റ്റ് പോസിറ്റീവായി എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അകത്ത് ഒരു റെലവൻസും ഇല്ല. അത് പോസിറ്റീവ് ആയില്ലെങ്കിലാണ് അത്ഭുതം. അങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള ടോട്ടലി ലോകത്തെ മൊത്തം ഡിസീവ് ചെയ്ത ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ പോസിറ്റിവിറ്റി റേറ്റ് ഉപയോഗിച്ച് ഒരു പാൻഡമിക് പ്രഖ്യാപിച്ച് ലോക ജനതയെ മൊത്തം പറ്റിച്ച് ചീറ്റ് ചെയ്ത് ആണ് ഈ കോവിഡിന് വേണ്ടിയിട്ടുള്ള mRNA വാക്സിൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ ടെക്നോളജി ലോക ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ യുവജനങ്ങളിൽ ഈ ഹാർട്ട് അറ്റാക്ക് കൂടുതൽ കടന്നു വരുന്നത്. യുവജനങ്ങൾ മാത്രമല്ല, സ്കൂൾ കുട്ടികൾ പോലും ഹാർട്ട് അറ്റാക്ക് വന്ന് വരും. ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത സംഗതിയാണ്. സ്കൂൾ കുട്ടികൾ വരെ ഹാർട്ട് അറ്റാക്ക് ചെയ്ത് മരിക്കുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ളത്. കുഴഞ്ഞു വീഴാറുണ്ട്, തലകറക്കം വരാറുണ്ട്, പക്ഷെ കുഴഞ്ഞു വീണ് മരിക്കുക, അതും ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള പ്ലെയേഴ്സ് എല്ലാം കുഴഞ്ഞു വീണ് മരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ മരിക്കുന്നു. സാർ ഇതുപോലെ ഇപ്പം ഇതൊരു വലിയ പിന്നെ ഇന്ന് വരെ ആരും പുറത്തു വിടാത്ത അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു പക്ഷേ എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെ റിസർച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് മാനവരാശിയുടെ ഒരു വലിയ ഒരു അംശം നമ്മുടെ ഭൂമുഖത്ത് തുടച്ചു നീക്കപ്പെടും. മറ്റൊരു വലിയ ഒരു എന്താണ് ഒരു മാഫിയ ഇടപെടൽ ഈ കോവിഡ് വാക്സിനേഷനകത്ത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനേറ്റഡ് എടുത്ത എല്ലാ ഹ്യൂമൻ ബോഡികളും ഒരു ഹ്യൂമൻ റോബോട്ടിക് ആയിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഹാക്കിംഗ് അവരുടെ ഒരു വലിയ ഉദ്ദേശമാണ്. അത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2020 ദാവോസിൽ നടന്ന ആനുവൽ മീറ്റിങ്ങിൽ അവർ അഡ്വൈസറായിട്ടുള്ള യുവൽ നോവ ഹരീരി തന്നെ ഒഫീഷ്യലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ആ വീഡിയോ പ്രേക്ഷകരെ കാണിക്കണമെന്ന് നമ്മൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ നിങ്ങളിതൊരു അസംഭവ്യമായ കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡിയെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, നിയന്ത്രിക്കാൻ പറ്റുമോ, ആ മനുഷ്യൻ്റെ ജീനുകളെക്കുറിച്ച് പഠിക്കാൻ പറ്റുമോ? എലികളിലും ഗിനിപ്പന്നികളിലും സംഭവിച്ചിട്ടുള്ള മാനവ രാശിക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഇനി ഈ വാക്സിനേഷൻ എടുത്ത് നടന്നു നീങ്ങുന്ന ജനങ്ങളിൽ നിർബാധം 24/7 നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രഹസ്യ വാർത്ത മലനാട് ജി പുറത്തുകൂടിയാണ്. ആ വീഡിയോ കണ്ട് പുറത്തുവിടാം. ഇന്ന് നമുക്ക് വേൾഡ് എക്കണോമിക് ഫോറം അഡ്വൈസറായിട്ടുള്ള യുവനോവ ഹരീരിയുടെ വാക്കുകളിലേക്ക് കടന്നു പോകാം. This danger can be stated in the form of a simple equation, which I think might be the defining equation of life in the 21st century. B times C times D equals R, which means biological knowledge multiplied by computing power multiplied by data equals the ability to hack humans. R. If you know enough biology and you have enough computing power and data, you can hack my body and my brain and my life, and you can understand me better than I understand myself. You can know my personality type, my political views, my sexual preferences, my mental weaknesses, my deepest fears and hopes. You know more about me than I know about myself. And you can do that not just to me, but to everyone. A system that understands us better than we understand ourselves can predict our feelings and decisions, can manipulate our feelings and decisions, and can ultimately make decisions for us. Now, in the past, many tyrants and governments wanted to do it, but nobody understood biology well enough, and nobody had enough computing power and data to hack millions of people. Neither the Gestapo nor the KGB could do it. But soon, at least some corporations and governments will be able to systematically hack all the people. We humans should get used to the idea
that we are no longer mysterious souls. We are now hackable animals. ഞെട്ടിക്കുന്ന വസ്തുതയാണ്. എനിക്കൊന്ന് 2020 അനൗൺസ് ചെയ്തതാണ്. 2020 ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആനുവൽ മീറ്റിങ്ങിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ശകലമാണ്. ഈ അടുത്ത ഇടയിൽ ഒരു പെൺകുട്ടിയെ ഒരു വ്ളോഗർ ഇന്റർവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ഇതുപോലെ കണ്ടത്. എന്നെ ഹാക്ക് ചെയ്യുന്നു, എൻ്റെ നീക്കങ്ങൾ ആരാണ് അവരെന്ന് പറയുന്നില്ല. ആ കുട്ടി വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, അവൾക്ക് മാനസികമായ മറ്റൊരു രോഗവും ഇല്ല, അത് വളരെ എന്താണ് ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ള ഒരു പെൺകുട്ടി പറയുന്നു എന്നെ ഹാക്ക് ചെയ്യുന്നു, എൻ്റെ വിവരങ്ങൾ ചോർത്തുന്നു, ഞാൻ ആരെ എവിടെ വെച്ച് സംസാരിക്കുന്നു ഇതുപോലും ചോർത്തപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഒരു അമ്മുമ്മ അല്ലെങ്കിൽ കെട്ടുകഥയിലെ ഒരു സാങ്കല്പിക കഥാപാത്രത്തിൽ സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഹരീരിയുടെ വാക്കുകൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഗ്ലോബൽ ആയിട്ടുള്ള ഡിസ്കഷൻ പോട്ടെ, ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും ഇത്തരം ഒരു വിഷയം ഉണ്ടായിട്ടും ഒരു ചർച്ചയിലേക്ക് പോലും കടന്നു വരാത്ത എന്തുകൊണ്ടാണ്? കാരണം ഈ മാധ്യമങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതും എല്ലാം ഇതുമാതിരിയുള്ള ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സും അവരുടെ കമ്പനികൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തൊക്കെയാണ് ഇവർ നിലനിന്ന് പോകുന്നത്. നാഷണൽ ആൻഡ് ഗ്ലോബൽ ബാങ്ക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ സാമ്പത്തിക അടിത്തറ എല്ലാം തകർന്നരിപ്പണമായി പോകും. അപ്പോൾ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ജേർണലിസ്റ്റുകളും മീഡിയ ചാനൽസ് എല്ലാം ഈ ബഹിരാഷ്ട്ര കുത്തുകളുടെ സാമ്പത്തിക അടിമത്തത്തിൻ്റെ കീഴിൽ ഇന്ന് മനുഷ്യരാശിയെ ഒറ്റുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ സ്ഥിതിവിശേഷം മനസാക്ഷിയുള്ള മനുഷ്യർ ഒത്തുകൂടി ചെറുത്ത് തോൽപ്പിച്ചാൽ മാത്രമേ മനുഷ്യരാശിക്ക് ഈ ലോകത്ത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുമെന്നുള്ള സത്യം ലോക ജനതയും മലയാളികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ജെൻ പോയിന്റ് ടെക്നോളജിയിൽ പേറ്റന്റ് എടുത്തവർ അവരുടെ ഉപകരണങ്ങളായിട്ട് അവരുടെ മെഷീൻസായിട്ട് നമ്മളുടെ ഹ്യൂമൻ ബോഡീസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ആരാണ് ആ പ്രസൻറ്റർ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ഒരു വീഡിയോ കൂടി നമുക്ക് കണ്ടുവരാം. In the United States, the Supreme Court has ruled that vaccinated people worldwide are products. They are now patented goods. According to U.S. law, which can be verified, people who have been vaccinated no longer qualify as humans, and therefore they can no longer be categorized as human beings. In essence, this means that those vaccinated are no longer subject to national or international law. Since 2013, all people vaccinated with genetically modified mRNAs are legally transhuman and legally identified as transhuman. Then they no longer enjoy any human or other rights of a state. This applies worldwide because GenPoint technology patents are under U.S. jurisdiction and law where they were registered. So yes, this exists, but it is yet another form of dividing all of us from each other. And I certainly address all people. I address the vaccinated and the unvaccinated. And we're all in this together. And our hope is that we can retain humanity in whatever way we can as this huge onslaught that we were not prepared for. We kept believing in the mainstream media, which convinced us that it was far in the future, when really it was being set up all around us. For the last 20 to 25 years, the geoengineering piece has been a huge part of this setup. And it's been going on, and we've all believed the mainstream media account that it's about weather, it's about climate change, it's about global warming, it's about carbons, and none of it was true. It is. സർ, എന്താണ് ഈ ജെൻ പോയിന്റ് ടെക്നോളജി? ഇത് മനുഷ്യനെ ഹാക്ക് ചെയ്യുന്നതിന് മനുഷ്യൻ്റെ DNA വരുതിയിലാക്കി അത് നിയന്ത്രിച്ച് മനുഷ്യനെ മെഷീനാക്കി മാറ്റുന്ന ടെക്നോളജിയാണ്. അതിന് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നാണ് ഒരു പേര്. ഒരു പുസ്തകമുണ്ട്, അപ്സോത്തിൻ്റെ കോപ്പി. അതുപോലെ തന്നെ COVID-19 ദ ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകവും
അതെഴുതിയ ക്ലോസ് ഷാബെ, അദ്ദേഹം വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. അദ്ദേഹം തന്നെ എഴുതിയ മറ്റൊരു പുസ്തകം കൂടെയുണ്ട്, ദ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം ലോകത്ത് അവൈലബിൾ ആണെങ്കിലും സാധാരണപ്പെട്ട ജനങ്ങൾ ഇതൊന്നും അറിയുകയോ ഇതൊന്നും മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഇതെല്ലാം ലോക നന്മയ്ക്കാണെന്നാണ് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസാക്ഷിയില്ലാതെ ലോക ജനതയെ പറ്റിക്കാൻ, ചീറ്റ് ചെയ്യാൻ, ഡിസീവ് ചെയ്യാൻ മനസാക്ഷിയില്ലാത്ത ഏതാനും ചിലരിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ആ മാനസിക രോഗികളുടെ എന്ന് ഞാൻ നിസ്സംശയം പറയും. ആ കൂടതന്ത്രങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും മനുഷ്യരാശി രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. നമ്മൾ അവബോധം സ്വയം സൃഷ്ടിച്ച് മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, ഈ ലോകാരോഗ്യ സംഘടന എന്നൊക്കെ പറഞ്ഞ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംഘടനകൾ നമ്മളുടെയൊക്കെ അടുത്ത് മനുഷ്യരാശിയുടെ നന്മയ്ക്കാണെന്നുള്ള വ്യാജേന നമ്മുടെ അടുത്ത് ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് വശത്തു നിന്ന് സംസാരിച്ച് നമ്മളെ കൺഫ്യൂസ്ഡാക്കി നമുക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നുള്ള മിഥ്യാധാരണ വരുത്തി നമ്മളെ ചതിക്കുഴിയിൽ ചാടിക്കുന്നുണ്ടെന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും 80കളിൽ തന്നെ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നുള്ള ആഗ്രഹത്തിലൂടെ കുറേ ഫാമിലികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇന്നിപ്പോൾ ഇലുമിനിറ്റീസ് എന്നൊക്കെ പറയാം. അതിൽ റോക്ക് ചൈൽഡ്, ഡ്യൂപോൺസ്, റോക്കറ്റ് ഫെല്ലേഴ്സ്, ഹാരി മാൻസ്, വാർബാർക്ക്. അപ്പോൾ ഈ പറയുന്ന ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കോടീശ്വരന്മാരും അവിടെ കടന്നു കൂടിയിട്ടുണ്ട്. ഇത് അവരുടെ കൂടെ മറ്റു പലരും കൂടിയിട്ടുണ്ട്. ഇത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മുടെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി 1952 വരെ റോക്കി ഫില്ലർ സെൻ്ററായിരുന്നു. അതേ ബിൽഡിംഗ് ബോർഡ് മാറ്റിവെച്ചാണ് ഈ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പേരിടുകയും ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ വൈറോളജിയെ സംബന്ധിച്ച് എല്ലാത്തിൻ്റെ അവസാന വാക്കായിട്ട് മാറുന്നത്. അതിനൊരു രാജ്യം റോക്ക്ഫെല്ലറിന്റെ കയ്യിൽ നിന്നൊക്കെ പണം കൈപ്പറ്റിയിരിക്കുന്നു. നമ്മുടെ ICMR എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഫണ്ടിലാണ് അധികവും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് തലത്തിൽ നിയന്ത്രിക്കുന്ന ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഉപദേശങ്ങളൊക്കെ നമ്മൾ ശിരസാ വഹിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ കൂട്ടരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം എത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഒരു വളരെ ദയനീയമായ അവസ്ഥ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്ര നേതാക്കളൊന്നും രാഷ്ട്രീയ നേതാക്കളൊന്നും ഇതേക്കുറിച്ച് വേണ്ടത്ര അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ അറിഞ്ഞ് നമ്മളെ ചതിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ നിഷ്കളങ്കതയെ അല്ലെങ്കിൽ അവരുടെയൊക്കെ രാഷ്ട്രീയ മോഹങ്ങളെ അവർ ചൂഷണം ചെയ്യുന്നു, നമ്മളെ ബലിയാടാക്കുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മനുഷ്യ സഹോദരങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നാളെ ഈ നമ്മുടെ സഹോദരനും പറ്റുന്ന ഇതേ ചതിക്കുഴിയിൽ ഈ രാഷ്ട്ര നേതാക്കളെല്ലാം ചെന്നുപെടും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ചതിയന്മാരുടെ പക്കൽ നിന്നും ലോകത്തെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും. ഡോക്ടർ ഷാജി വർഗീസ് കുടിയേറ്റ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ഹോമിയോ ഹോളിസ്റ്റിക് ക്യാൻസർ റിസർച്ച് സെൻ്ററിൻ്റെ ഉടമ കൂടിയാണ്. സെൻറ്റ് ജോർജ് ഹോളിസ്റ്റിക് ക്യാൻസർ റിസർച്ച് സെൻറ്റർ. എന്തായാലും ഇങ്ങനെ ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് ഇത്രയേറെ ഗഹനമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വശമെന്ന് തിരിച്ചറിയാൻ എങ്ങനെയാണ് കാരണമായത്? അത് ഞാൻ ഇതേക്കുറിച്ച് നടത്തിയ പഠനങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പഠനങ്ങൾ നടത്തിയത് ക്യാൻസറിനെ കുറിച്ചാണ്. ആ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ഞാൻ ബോധ്യപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വസ്തുതയാണ്, ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഈ ശരീരത്തിൽ ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമേ നടത്തുന്നുള്ളൂ. ഒരു ജീവനുള്ള അവസ്ഥയിൽ ഭൗതിക ശരീരം നമ്മുടെ ജീവനുള്ള അവസ്ഥയുടെ ഒരു ഘടകം മാത്രമാണ്. ആ ശരീരത്തിൽ മനസ്സ്, ജീവശക്തി അല്ലെങ്കിൽ ആത്മാവ് തുടങ്ങിയ എനർജി കമ്പോണൻസും കൂടെ ഇല്ലെങ്കിൽ ആ ശരീരം മൃതശരീരം മാത്രമാണ്. അപ്പോൾ ആ ശരീരത്തെ മാത്രം നടത്തിയുള്ള പഠനങ്ങളിലൂടെ ഒരു ജീവനുള്ള അവസ്ഥയെ, ആരോഗ്യ അവസ്ഥയെ, അസുഖം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചോ അസുഖം എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചോ പൂർണ്ണ വിവരം ഒരിക്കലും കിട്ടത്തില്ല.
ഉദാഹരണത്തിന് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുമ്പോഴും സങ്കടകരമായിട്ടിരിക്കുമ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും നമ്മുടെ ബയോകെമിസ്ട്രി 3 തരത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ന് ലാബിൽ മെഡിക്കൽ റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ച്, ഇൻവിവോ ഇൻവിട്രോ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ് അത് റിസർച്ചിൻ്റെ അവസാന വാക്കാണെന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഗവേഷണങ്ങളൊക്കെ ഈ ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമുള്ള റിസർച്ചുകളാണ്. തീർച്ചയായിട്ടും എലികളിലും ഗിനിപ്പന്നികളിലും ഒക്കെ നടത്തുമ്പോൾ ഈ മാനസികാവസ്ഥ പരിഗണിക്കപ്പെടുന്നില്ല. ഒരു എലിയുടെയോ അല്ലെങ്കിൽ ഒരു ലോ ഗ്രേഡ് അനിമലിൻ്റെയോ ഫിസിയോളജി ആൻഡ് ഫിസിക്കൽ ആൻഡ് ബയോകെമിസ്ട്രി ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഒബ്ജക്റ്റീവ് പ്രൂവിങ് മാത്രമാണ് അവിടെ നടത്തുന്നുള്ളൂ. സബ്ജക്റ്റീവായിട്ടുള്ള, ഇപ്പോൾ എനിക്കൊരു മരുന്ന് പ്രൂവ് ചെയ്യാൻ തരുവാണ്, എനിക്ക് വലതുവശത്ത് തലവേദന എടുത്തു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സബ്ജക്റ്റീവായിട്ടുള്ള പ്രൂവിങ് ടോട്ടലി എലിമിനേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്തുള്ള മാത്രം തേർഡ് പാർട്ടി ഒബ്സർവേഷനിലൂടെയും ബയോകെമിക്കൽ ഒബ്സർവേഷനിലൂടെയും മാത്രമുള്ള ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് മാത്രമാണ് ഇന്ന് പ്രൂവിങ്ങിൽ നടക്കുന്നത്. അത് അപൂർണമാണ്. ആ അപൂർണമായ റിസർച്ച് ഫൈൻഡിങ് വെച്ചാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ടാണ് ഒത്തിരി രോഗങ്ങൾ മാറാ രോഗങ്ങളായിട്ട് ഇഡിയോപ്പതിക് ഡിസീസസ് എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കുന്നതിൻ്റെ തന്നെ കാരണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പുരാതന ശാസ്ത്ര ഈ പറയുന്ന ആരോഗ്യശാസ്ത്ര ശാഖയിൽ ഈ പറഞ്ഞതുപോലെ ഫിഷോഗരന്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചികിത്സ ചെയ്യുമ്പോൾ രോഗിയുടെ മാനസിക തലങ്ങളെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ. അപ്പം താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ ഡോക്ടറോട് കള്ളം പറയരുതെന്ന് പറയുന്നത് പോലെ ഡോക്ടറോടുള്ള ഒരു വിശ്വാസം ക്യൂറിന് കൂടുതൽ ആക്കം കൂട്ടുന്നതായി കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു രോഗി ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് ക്യൂറ് വാങ്ങിക്കുന്നത് ആ ഡോക്ടറുടെ മനസ്സും ആ ജീവശക്തിയും ആ രോഗിയുടെ മനസ്സിലോട്ടും ജീവശക്തിയിലോട്ടും ഒരു റെസൊണേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ രോഗിയുടെ മനസ്സിനെ ഈ ഡോക്ടറുടെ ഉപദേശത്താലും നിർദ്ദേശങ്ങളാലും ആ രോഗിയുടെ അൺഹെൽത്തി, അബ്നോർമൽ, അൺനാച്ചുറലായിട്ടുള്ള കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡിൽ ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസം, ആ രോഗിയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി ഒരു സെൽഫ് ഹീലിംഗ് നടക്കുന്നുണ്ട്. ഈ ഹീലിംഗ് എല്ലാം നടക്കുന്നതോടൊപ്പം തന്നെ അതിന് ശേഷമുള്ളതാണ് മരുന്ന് കൊണ്ടുള്ള ഹീലിംഗ്. അപ്പോൾ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, ഒരു ക്യൂർ എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയാണ് ഇതിൻ്റെ എല്ലാം കൂടെ. ഇപ്പം നമുക്ക് പുരാതന വൈദ്യശാസ്ത്രങ്ങളായ ഗ്രീക്ക് മെഡിസിൻ, ഈജിപ്ഷ്യൻ മെഡിസിൻ, ചൈനീസ് മെഡിസിൻ, നമ്മുടെ ഇന്ത്യൻ ആയുർവേദിക് മെഡിസിൻ, ഇവിടെയെല്ലാം പുരാതന കാലങ്ങളിൽ ടെമ്പിൾസിലായിരുന്നു ഹീലിംഗ് ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം മെഡിസിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു വടിയിൽ പാമ്പ് ചുറ്റിയ ആ ചിഹ്നം തന്നെ അസ്ക്ലീപ്പിയസ് എന്ന് പറഞ്ഞ ഗോഡ് ഓഫ് മെഡിസിൻ ഇൻ ഗ്രീസിൽ നിന്നാണ് വരുന്നത്. അതെ, അപ്പോൾ ഇതെല്ലാം പുരാണകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഈ ഭൗതിക തലത്തിൽ 1/3 മാത്രം ചുരുക്കി അതിനെ ഈ പൈസയുടെ, കാശിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അതിപ്രസരം കൊണ്ട് മറ്റെല്ലാത്തിനെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ മാത്രമാണെന്നും പറഞ്ഞ് ലോക ജനതയെ കബളിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകത്ത് ആരോഗ്യ മേഖലയിലുള്ളത്. ചതിയാണ്, വഞ്ചനയാണ്, അപൂർണമാണ്. ഇതിനെ എത്രയും പെട്ടെന്ന് തിരുത്താമോ അത്രയും പെട്ടെന്ന് തിരുത്തിയാൽ ആരോഗ്യമുള്ള ജനതയെ നമുക്ക് രൂപവൽക്കരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതിലും കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ചയുണ്ട്. പക്ഷേ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ മലനാട് ജീവി എപ്പോഴും ആരോഗ്യമുള്ള ഒരു ഭാരതം അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയുള്ള ഒരു ഭാരതം, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ വളരെ വേഗത്തിലുള്ള പടർന്നു കയറ്റം, ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിലുള്ള മായങ്ങളെ ആദ്യം, കാരണം ഭക്ഷണമാണ് ക്യാൻസറിന് ഏറ്റവും വലിയ ഘടകമായിട്ട്, ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് ക്യാൻസറിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. സർ, ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ക്യാൻസറിൻ്റെ അണുക്കൾ കടന്നു വന്നു എന്നിരിക്കട്ടെ, കീമോ എന്ന് പറയുന്ന സംഭവം ആ ആരോഗ്യമുള്ള ശരീരത്തെ വീണ്ടും അനാരോഗ്യ സ്ഥിതിയിലേക്ക് എത്തിച്ച് രോഗി മരണപ്പെടാൻ കാരണമാകുന്നു എന്ന് പറയുന്നത് ശരിയാണ്? തീർച്ചയായിട്ടും ശരിയാണ്. ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. കാരണം ലോകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കണവർ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ട്രില്യൺസ് തിരിച്ചു വാങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോണോപ്പൊളിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ക്യാൻസർ. ആ ക്യാൻസർ, ഈ മോണോപ്പൊളി ട്രീറ്റ് ചെയ്യുന്നവർ ക്യാൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പോലും അറിയാതെയാണ് അവർ ഈ ക്യാൻസറിനെ ചികിത്സിക്കുന്നത്. അവർ ഇന്നത്തെ ലോകത്ത് ക്യാൻസറിന് വേണ്ടി നടക്കുന്ന ചികിത്സയെല്ലാം ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്യൂമറിനെ കീമോതെറാപ്പി കൊണ്ടോ റേഡിയേഷനും കൊണ്ടോ കരിച്ചു കളയുക, സർജറി ചെയ്ത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്യുക. ആ ട്യൂമറിനെ ഒതുക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു. പക്ഷേ
ഈ ട്യൂമർ ഡെവലപ്മെൻറ്റിലോട്ട് നയിച്ച ആ ട്യൂമറായിട്ട് ഡെവലപ്പ് ചെയ്ത കോശങ്ങളുടെ വിഭജനത്തെ നിയന്ത്രിക്കുന്ന ജീൻസിൽ അല്ലെങ്കിൽ DNA-ൽ ഒരു ജനിതക മാറ്റം വന്നതാണ് ഈ അബ്നോർമലായിട്ട് മൾട്ടിപ്ലിക്കേഷൻ തിരിച്ചറിയുകയും ആ മാറ്റം വരുന്നതിന് കാരണമായ കാരണങ്ങളെ കണ്ടെത്തി ഇല്ലാതാക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ വീണ്ടും ക്യാൻസർ വരാതിരിക്കുകയുള്ളൂ. അതിന്ന് ചികിത്സയിൽ നടക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഈ ട്യൂമർ നമ്മൾ എത്ര പ്രാവശ്യം കരിച്ചു കളഞ്ഞാലും വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നതും അവിടെയാണ് ഇന്നത്തെ ക്യാൻസർ ചികിത്സ വഴിമുട്ടി നിൽക്കുന്നത്. പക്ഷേ ഈ ചികിത്സ നടക്കുന്നവർ, അതിന് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നവർ മറ്റ് ചികിത്സയെല്ലാം നിയമം മൂലം നിരോധിച്ച് അവരുടെ കുത്തകയാക്കി ക്യാൻസറിനെ കരാളഹസ്തത്തിൽ ഒതുക്കി വച്ചിരിക്കുന്നത് രാശിക്ക് ഭീഷണിയാണ്. ആ ക്യാൻസർ, നിസാരമായിട്ടുള്ള ക്യാൻസറിനെ മാറ്റിയെടുക്കുന്നതിന് വൻ തടസ്സമായിട്ട് നിൽക്കുന്ന ചതിയാണെന്ന് ലോക ജനത മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വലിയ ഒരു എന്താണ് മൂർച്ചയേറിയ തലങ്ങളിലേക്ക് ക്യാൻസർ കടന്നു പോകാതിരിക്കാൻ ഞാൻ മാറ്റാം എന്ന് പറയുന്ന മറ്റൊരു വൈദ്യരുടെ വീഡിയോ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. അത് ആയുർവേദത്തിലൂടെയാണ്. ഈ പലപ്പോഴും പല വൃക്ഷങ്ങളുടെ തൊലികളും അല്ലെങ്കിൽ ഫലങ്ങളും, അവക്കോട പോലെയുള്ള ഫലങ്ങൾ, ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന ഫലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ സിനിമാ താരം നമ്മളുടെ വിഷ്ണുവിൻ്റെ മരണം, നമ്മൾ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള വിഷ്ണുവിൻ്റെ മരണം, അതുപോലെ തന്നെ സിദ്ദിഖ് സാറിൻ്റെ മരണം, അവരൊക്കെ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് ഒരു കിംവദന്തി ഇന്ന് പറയുന്നുണ്ട്. ഇവിടെ ജനങ്ങൾ അസ്വസ്ഥരാണ്, അവർ കൺഫ്യൂസ്ഡാണ്. ഏത് ശാസ്ത്രശാഖയാണ് എനിക്ക് ജീവിക്കാനുള്ള അവകാശം എനിക്ക് തിരികെ നൽകുന്നത് എന്നുള്ള ചിന്തയിലാണ്. ഏറ്റവും എളുപ്പം ക്യൂർ കിട്ടുന്നു എന്ന് പറയുന്ന അലോപ്പതിയിലേക്ക് അവരെല്ലാം പോകുന്നത്. ഇപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയുണ്ട്, ആയുഷ്. കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ആണ് ശുശ്രുതൻ എന്ന് പറയുന്ന മുനിയിലൂടെയാണ് ലോകത്തെ ശസ്ത്രക്രിയ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നൈപുണ്യമുള്ള ഒരു ഭാരത സംസ്കാരം ആരോഗ്യ മേഖലയിലുണ്ട്. അതിനെ ഇവിടെ നിന്നും മുഴുവൻ ടോപ്പിക്കുകളും അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ലേഖനങ്ങൾ അത്രയും കൊണ്ടുപോയത് വിദേശ രാജ്യങ്ങളാണ്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന സമയത്ത് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പൈസസിനേക്കാൾ കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരം നമ്മളുടെ വിലയേറിയ അമൂല്യമായ സ്വത്തുക്കളായിട്ടുള്ള വിവരങ്ങളാണ്. ആ വിവരശേഖരണത്തിലൂടെ അവർ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് വീണ്ടും അലോപ്പതി മരുന്നുകളിലൂടെ തിരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയാണ്. എന്താണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പാൻ ഡോക്ടർ നിൽക്കുന്നത് ഹോമിയോ മേഖലയിലാണ്. ആയുഷ് എന്ന് പറയുന്നത് ഒരു നല്ല പദ്ധതിയാണ്. എല്ലാവരും കൂടെ ഒരു സംവിധാനത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു രോഗത്തിനെതിരെ പടപൊരുത്തുന്ന വലിയ വിശാലമായ സങ്കല്പമാണത്. ആയുഷിന് എന്താണ് പറ്റിയത്? ആയുഷ് ലോകത്തിൽ ഈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്, വലിയ കാൽവെപ്പാണ് ആയുഷ് മിനിസ്ട്രി. ലോകത്തിൽ അലോപ്പതി ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രിക്ക് പാരലായിട്ട് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മിനിസ്ട്രി നിലനിൽക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണ്. അത് ചരിത്രപരമായ വലിയൊരു മുന്നേറ്റമാണ്. അതിനെ ഇല്ലാതാക്കാനാണ് പബ്ലിക് ഹെൽത്ത് ആക്ട് പോലെയുള്ള പുതിയ നിയമങ്ങളുമായിട്ട് ഈ ആയുഷ് സിസ്റ്റംസ് ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യയിൽ നിൽക്കുന്ന കേരളത്തിൽ തന്നെ അത് കൊണ്ടുവന്ന് ആയുഷ് സിസ്റ്റങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ചതിക്കുഴി വെറും 18 സെക്കൻഡ് കൊണ്ടാണ് നിയമസഭയിൽ ഈ ബില്ല് പാസ്സാക്കി, ഒരു ചർച്ചയും കൂടാതെ എന്നുള്ളത് കേരള ജനത ഞെട്ടിപ്പോടെ മനസ്സിലാക്കേണ്ട ഒരു നഗ്ന സത്യമാണ്. അപ്പോൾ ഈ പറയുന്ന വേൾഡ് ഫാമിലികൾ ഇലുമിനേറ്റീസ് കേരളത്തിലും വന്ന് കൈക്കൂലി കൊടുത്ത് ഈ പറയുന്ന ഇടപെടൽ നടത്തിയിരിക്കുന്ന അർത്ഥം പണ്ടേ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ നേതൃത്വങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പലപ്പോഴും അവർ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്നുള്ള രീതിയിലാണ്. പിന്നെ അതിൻ്റെ പല വശങ്ങളുണ്ട്, സാമ്പത്തിക വശങ്ങളുണ്ട്. തെളിവില്ലാതെ ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മൗനം പാലിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ 2018 ആക്ട് ഈ പൊതു സമൂഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുതിയ അജണ്ട കൊണ്ടുവരികയാണ്. 1655 തിരുക്കൊച്ചി തിരുവിതാംകൂർ പൊതു ആരോഗ്യ മേഖലയിലുള്ള ഒരു ആക്ടിനെയും മദ്രാസ് ആക്ടിനെയും കൊണ്ട് സംയോജിപ്പിച്ച് അമെൻമെൻറ്റ് ചെയ്തിട്ടാണ് പുതിയ ആക്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു. എക്സ്പേർട്ടുകളുമായിട്ട് നിരന്തരം സമൂഹത്തിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് നിയമനിർമ്മാണ സഭ ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അന്ന് നമുക്ക് ഇപ്പം പറയുന്നത് പോലെ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് ഈ ആക്ടിനെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല? നമ്മൾ ഈ ആക്ടിനെ കുറിച്ച് പബ്ലിക് ഹെൽത്ത് പബ്ലിക് മീറ്റിംഗ് വന്നപ്പോൾ എല്ലാം ശക്തിയായിട്ട് പോയി അവിടെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. ആ അവതരിപ്പിച്ചതിന് ഒരു റെക്കോർഡും ഇല്ലാതെ അത് സീക്രട്ടാണ്, നിയമസഭാ സമിതിയുടേത് സീക്രട്ട് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മളെ ആരും റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. എഴുതി തരാൻ പറഞ്ഞു. നമ്മളെല്ലാം എഴുതി കൊടുത്തതാണ്. ആ എഴുതി കൊടുത്തതിന് പുല്ല്
വില കൊടുത്തുകൊണ്ട് അതിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ ആഗോള ശക്തികളുടെ താല്പര്യങ്ങൾ അതേപോലെ ഈ ആയുഷ് നാമാവിശേഷമാക്കാൻ അല്ലെങ്കിൽ ആയുഷ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ്റെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമുള്ള സാധ്യതകളെ ടോട്ടലി ജനത്തിന് നിഷേധിക്കാനാണ് ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിലൂടെ ഇന്ന് 18 സെക്കൻഡ് കൊണ്ട് പാസ്സാക്കി ഈ നിയമത്തിലൂടെ നമ്മുടെ കേരളത്തിൽ നിയമമായി വന്നിരിക്കുന്നത്. 54 രോഗങ്ങളെ നോട്ടിഫയബിൾ ഡിസീസസ് ആയിട്ട് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 54 രോഗങ്ങൾ സാധാരണ ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രോഗങ്ങളും അതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞു, കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ. ആ രോഗങ്ങൾ ഒരു ആയുഷ് സിസ്റ്റത്തിൽപ്പെട്ട ഡോക്ടറെ അടുത്ത് രോഗി ആ രോഗങ്ങളുമായിട്ട് വന്നാൽ അത് അലോപ്പതി ഡോക്ടറായ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റെഫർ ചെയ്ത് കൊടുക്കണമെന്നും റെഫർ ചെയ്ത് കൊടുക്കാത്ത പക്ഷം 24 മണിക്കൂറിനകം റെഫർ ചെയ്ത് കൊടുക്കാത്ത പക്ഷം വൻ പിഴയാണ് ഈ ഡോക്ടർമാരുടെ മേൽ ചുമത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഹോമിയോ ആയുർവേദ ഡോക്ടർമാർ ഇനി ഏത് രോഗങ്ങളെ ചികിത്സിക്കും? അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് പുതിയതും പഴയതുമായ ഏത് രോഗങ്ങളെയും എപ്പോൾ വേണമെങ്കിലും വീണ്ടും നോട്ടിഫയബിൾ ഡിസീസായിട്ട് പ്രഖ്യാപിക്കാനും ഈ ആയുഷ് ഡോക്ടേഴ്സിനെ അത് ചികിത്സിക്കുന്നതിൽ നിന്നും വിലക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. അത് വലിയൊരു തെറ്റാണ്. സ്വന്തം ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തിൻ്റെ മേലുള്ള നഗ്നമായ ലംഘനമാണ്. ഇതിനെ കേരള ജനത ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ പോലീസിനെ ഉപയോഗിച്ച് ഈ അലോപ്പതി ഡോക്ടറായ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് പരിശോധന നടത്താനും സംശയമുള്ളവർ ഇന്ന മരുന്ന് കഴിക്കണമെന്ന് പറയാനും ഇന്നത് ചെയ്യണമെന്ന് പറയാനും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫൈൻ അടച്ചിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ട് പോയി അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി വെച്ച് ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏത് മരുന്നും ബലമായി അപ്ലൈ ചെയ്യാനുമുള്ള നിയമം ഇവിടെ വന്നിരിക്കുന്നു. ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. ഒരു ഹോമിയോ ഡോക്ടറായി എനിക്ക് വ്യക്തമായ അറിവുണ്ട്. ഈ ഒരു വൈറൽ ഡിസീസ് വന്നാൽ ഏതാണ് ബെസ്റ്റ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഒരു ഹോമിയോ ഡോക്ടറായി എനിക്ക് സ്വയം ബോധ്യപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ചികിത്സ പോലും പബ്ലിക് ഹെൽത്ത് ഓഫീസർ നിരസിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ശരീരത്തിലോ എൻ്റെ സ്വന്തം ബന്ധുക്കളുടെയോ മക്കളുടെയോ ശരീരത്തിൽ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ നിയമം മൂലം ഉണ്ടെന്നുള്ളത് കേരള സമൂഹം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക. ഇത് വൻ പ്രതിഷേധത്തിനും ഇത് തിരുത്തേണ്ടതിന് വേണ്ടതെല്ലാം ചെയ്യാൻ നാം ഒരുമിച്ച് മുന്നിട്ടിറങ്ങണമെന്ന് എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യാണ്. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ വൈസ് പ്രസിഡന്റ് കൂടെയാണ്. ഇത്തരമൊരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ സംഘടന എടുത്തിരിക്കുന്ന തീരുമാനം? ഈ സംഘടന ഫോം ചെയ്ത് തന്നെ ഈ കോവിഡ് കാലത്ത് വന്ന ഒരു സംഘടനയാണിത്. മറ്റ് ഹോമിയോപ്പതി സംഘടനകളൊക്കെ ഈ കോവിഡ് കാലത്ത് ഹോമിയോപ്പതി വളരെയേറെ പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്നിരിക്കെ അതിനോടൊന്നും ശ്രമിക്കാതെ ഒരു ആത്മസംയമനം അല്ലെങ്കിൽ ഒരു സൈലൻസ് കീപ്പ് ചെയ്തപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റീസ് കേരള ജനതയെയും ഇന്ത്യക്കാരെയും ലോക ജനതയെ അറിയിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഇൻ്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. ഇന്ന് 3 ഭാഷകളിൽ ഈ തുടക്കം മുതൽ ഇന്നിപ്പോൾ 1500 ദിവസത്തിൻ്റെ അടുത്തെത്താൻ പോവാണ്. ഒരു ദിവസം പോലും ഇടതടവില്ലാതെ 7:30 മുതൽ 8:30 വരെ ഹിന്ദിയിലും 8:30 മുതൽ 9:30 വരെ ഇംഗ്ലീഷിലും 9:30 മുതൽ 10:30 വരെ മലയാളത്തിലും 3 ഭാഷകളിൽ ഇടതടവില്ലാതെ നിരന്തരം ദിവസവും നമ്മുടെ ഹോമിയോ ഡോക്ടേഴ്സ് ഹോമിയോപ്പതിയുടെ ഈ ലോകത്ത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രസക്തിയെക്കുറിച്ച് രോഗികളോടും ഡോക്ടർമാരെയും എല്ലാം നമ്മൾ ബോധവൽക്കരിച്ച് അവരുടെ കഴിവിനെ കൂടുതൽ ഔന്നത്യത്തിലെത്തിക്കുന്നതിനുള്ള നിരന്തര ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. തീർച്ചയായിട്ടും ഈ ഒരുപക്ഷെ ഹോമിയോ ഡോക്ടർമാർക്ക് അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കോവിഡ് കാലത്തുണ്ടായിരുന്നു. ആൾഷനിക് ആൽബം ആ ആൾഷനിക് ആൽബം എന്ന് പറയുന്ന ആ മെഡിസിൻ, ഹോമിയോ മെഡിസിൻ വളരെ വലിയൊരു മാറ്റമാണ്. വളരെ പെട്ടെന്ന് ക്യൂർ ചെയ്യുകയും ചെയ്തു. പലപ്പോഴും ഹോമിയോ ആയുർവേദിക് മേഖലകളിൽ വളരെ വൈകിയേ നമുക്ക് ക്യൂർ ആകത്തുള്ളൂ എന്ന് പറയുന്നതിന് ബദലായിട്ടാണ് കോവിഡിനെ തുരത്തുവാൻ ആൾഷനിക് ആൽബം കടന്നു വന്നത്. ഹോമിയോപ്പതിയിൽ ആൾഷനിക് ആൽബത്തിൻ്റെ റിസർച്ച് എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഇന്നും വൈറൽ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
കോവിഡ്, പോസ്റ്റ് കോവിഡ് ഒരുപാട് സിൻഡ്രോംസ് വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും വളരെ വിഷമത്തോടെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വസ്തുത, കോവിഡ് കാലത്ത് ഈ ആഴ്സനിക് ആൽബം എന്ന് പറഞ്ഞ ഹോമിയോ മരുന്നിൻ 99.3% എഫക്റ്റീവ് ആണെന്ന് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതി പ്രൂവ് ചെയ്ത് റിപ്പോർട്ടുണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അവിടെ തടസ്സം നിന്നു. കാരണം ആ റിപ്പോർട്ട് വെളി വന്നാൽ പിന്നെ വാക്സിൻസ് ഒന്നും വെളി വരത്തില്ല. ആ വാക്സിൻ്റെ വെളിവരവിനെ തടസ്സം നിൽക്കാതെ ഈ 99.3% എഫക്റ്റുള്ള ഹോമിയോ മെഡിസിൻ്റെ റിപ്പോർട്ടിനെ തടഞ്ഞു വയ്ക്കാൻ ഈ ദുഷ്ടശക്തികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെ വൈകിയാണ് ഈ റിപ്പോർട്ട് വെളിവരാൻ സാധിച്ചത്. അപ്പോഴത്തേക്കും കോവിഡിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നിരുന്നു. ഇവിടെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമത്തിൻ്റെ പ്രസക്തി. എങ്ങനെയാണ് മാധ്യമം ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്തത്? ഹോമിയോപ്പതിക്ക് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ടും കിട്ടിയില്ല എന്ന് വളരെ വേദനയോടെ പറയട്ടെ. ഇവിടെ വളരെ ദിവസേന ചർച്ചകൾ നടന്നപ്പോൾ 3-4 ദിവസം മാത്രമാണ് ഹോമിയോ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് ഒരു വർഷത്തിനപ്പുറം 3-4 ദിവസം മാത്രമാണ് ഹോമിയോ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തിയത്. അതിവേദനയോടെ പറയട്ടെ, മാധ്യമങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ അകലെ പോയിരിക്കുന്നു. ജനത്തിൻ്റെ നന്മയല്ല, അവർക്ക് നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തിക ലാഭം മാത്രം നോക്കിയുള്ള ഒരു ദിശയിലാണ് ഇന്ന് മാധ്യമങ്ങൾ സഞ്ചരിക്കുന്നത്. ഇത് അതിവേദനാജനകവും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും എല്ലാം ദുഷ്കരമാക്കുന്നതാണ്. മാധ്യമങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി, ആർക്കും എന്തും പറയുന്നതിനുള്ള അവസരം കൊടുക്കണം. ഇപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയില്ലെങ്കിൽ അത് ജനം ബോധ്യപ്പെട്ടോളും. ആ ഒരു അവസരം നിലനിൽക്കുന്ന ലോകത്തിലെ ഏക സ്വതന്ത്ര രാജ്യമായ ഭാരതത്തിലെ മീഡിയാസ് അതിനുള്ള അവസരം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ ഏത് രാജ്യത്തുള്ളവർ ചെയ്യും? ഇത് മാധ്യമങ്ങൾ സ്വയം മനസാക്ഷിയോട് ചോദിച്ച് ചെയ്യേണ്ടതാണ്. വരും കാലങ്ങളിൽ ഇപ്പോൾ മങ്കി പോക്സ് എന്നും പറഞ്ഞ ആരോഗ്യ അടിയന്തരാവസ്ഥ ഇന്നലെ പ്രഖ്യാപിച്ചു എന്നാണ് ലോകാരോഗ്യ സംഘടന അറിഞ്ഞത്. ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ഹോമിയോപ്പതിക്ക് അലോപ്പതിയിൽ വൈറൽ ഡിസീസിന് ചികിത്സയില്ല. ചികിത്സയില്ലാത്തവരെ ചികിത്സ ഏൽപ്പിക്കുകയാണ്. ചികിത്സയുള്ളവരെ കൈയും കാലും കൂച്ചിക്കെട്ടി മൂലയിൽ കൊണ്ടിരുത്തുന്നു. ഇത് എന്ത് ന്യായമാണ്? ഇത് മാധ്യമങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത്. ജനാധിപത്യ രാജ്യത്തിൽ ഈ മാധ്യമങ്ങൾ ഏതാനും പേരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം വിഴുങ്ങി ജനത്തിനെ പെരുവഴിയിലാക്കി ജനത്തിന് ഇതിൻ്റെ അവകാശ നിഷേധത്തിന് കൂട്ടുനിൽക്കുന്നെങ്കിൽ വൻ ചതിയാണ്. നാളെ നിങ്ങളെയൊക്കെ ഈ ജനം ഇത് തിരിച്ചറിഞ്ഞ് ഏതവസ്ഥയിൽ എത്തിക്കുമെന്നുള്ളത് നിങ്ങൾ നോക്കി കാണുക. ആ അവസ്ഥ വരാതെ നമുക്കെല്ലാം മനസാക്ഷിയോടെ മനുഷ്യ നന്മയ്ക്കായിട്ട് ചിന്തിക്കാൻ പ്രവർത്തിക്കാമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു അപവാദമാണ് മലനാട് ടി വി സാർ. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനൽ എന്നാണ് ഞങ്ങൾ ഇതിന് കൊടുത്തിരിക്കുന്ന സബ് ടൈറ്റിലും ബൈലൈനും. പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഒരു ലാഭേച്ഛയുമില്ലാതെ, ഒരു കക്ഷി രാഷ്ട്രീയങ്ങളുടെയോ മതങ്ങളുടെയോ പിന്തുണയില്ലാതെ ഒരു സ്പീക്കറായി അത് ജനപക്ഷത്ത് നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ഇതേപോലെ വേദനിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ നന്മയുണ്ടെങ്കിൽ, അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശബ്ദമായി മാറാൻ ലോകത്തുനിന്ന് ഒരു മാധ്യമമുണ്ട്. അത് മലനാട് ടി വിയാണ്. അവിടെ ഈ പറയുന്ന റോക്ക് സൈഡിലല്ല, ഏത് വമ്പൻ കോടീശ്വരന്മാർ വന്നാലും മലനാട് ടി വിയുടെ വാതായനങ്ങളെ കെട്ടിയിടുവാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മലനാട് ടി വിയുടെ ദൃശ്യവാദങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. ചൈനയായിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാമുകൾ ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. കാരണം ജനനന്മയ്ക്കാണ്, ലോക നന്മയ്ക്കാണ്, കമ്പാഷൻ ഓഫ് ദ വേൾഡ്, ഹാപ്പിനെസ് ഓഫ് ദ വേൾഡ് ആണ് ഞങ്ങളുടെ മോട്ടോ. അതിന് അതിർത്തികളില്ല. തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. ഇത് വലിയൊരു നന്മയാണ്. ഇത് മനുഷ്യരാശി ഓർമ്മിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ പ്രതിഫലം അതിനെ തക്ക സമയത്ത് പ്രകൃതി തന്നെ ഈ ചാനലിനും ഈ ചാനലിൻ്റെ വേണ്ടപ്പെട്ടവർക്കും പ്രകൃതി തന്നെ ദാനം ചെയ്യുമെന്ന് നിസ്സംശയം ഞാൻ പറയുന്നു. താങ്ക് യു സാർ. എന്തായാലും നമ്മളതിൽ കാണുന്നത് ഇപ്പോൾ അങ്ങ് ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തപ്പെട്ടത് മുല്ലപ്പെരിയാർ സമരസമിതിയുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴാണ്. അപ്പോൾ അവിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് മുല്ലപ്പെരിയാറുമായിട്ട് എന്താണ് കണക്ഷൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യൂ ഓഫ് തോട്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങയുടെ കാറിലിരുന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ്. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ.
അത് അന്ന് തന്നെ ഞങ്ങൾ ക്ഷണിച്ചു ഇല്ലേ, അങ്ങ് ഇന്ന് തിരികെ പോകും, വിദേശ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, അങ്ങ് ഇന്ന് തിരികെ പോകും, അതിനു മുമ്പ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചത്. തീർച്ചയായും ഞങ്ങളുടെ GM ഷൈന സാർ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ലോകം അറിയേണ്ട വിഷയങ്ങളാണ്. ശരിക്കും മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇന്ന് വരെ നാളിതുവരെ ഒരു ജേർണലിസ്റ്റും പറയാത്ത കാര്യങ്ങളാണ്, ഒരു പൊതുപ്രവർത്തകൻ പറയാത്ത കാര്യങ്ങളാണ്, ഒരു റിസർച്ച് നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞർ, ഭൗമശാസ്ത്രജ്ഞർ പറയാത്ത വാക്കുകളാണ്. സമരസമിതിയുടെ ആളുകൾ പോലും ഇന്ന് വരെ ചിന്തിക്കാത്ത തലങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടുവന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി.